Praise be to Jesus Christ and Blessed Virgin Mary. Welcome back to Catholic Wakabi. ഞാൻ ആഷിക് ജോയ്. As usual, let us begin with the prayer. Pater noster, qui es in caelis, sanctificetur nomen tuum, adveniat regnum tuum, fiat voluntas tua, sicut in cielo et in terra. Panem nostrum quotidianum, te nobis hodie, et dimitte nobis debita nostra, sicut et nos dimittimus debitoribus nostris, et ne nos inducas in tentationem, sed libera nos a malo. ആമേൻ. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്ന് ദി ഡോഗ്മ ഓഫ് പെർഗട്ടറിയിലെ മറ്റൊരു സംഭവകഥയുമായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മളിങ്ങനെ ഈ നിത്യജീവനുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ വിശ്വാസ ജീവിതം തന്നെ വളരും. നമ്മൾ ലൈഫ് വേറൊരു ആംഗിളിൽ നിന്ന് നമ്മൾ കാണാൻ തുടങ്ങും. അപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്കൊരു വ്യക്തി മെസ്സേജ് അയച്ചു. അദ്ദേഹം മരിയാസമ്മയുടെ ശുദ്ധിയുടെ അനുഭവങ്ങളെ പറ്റിയുള്ള പുസ്തകം വായിച്ചു. ദി ഡോഗ്മ ഓഫ് പെർഗട്ടറി, ദി ഡോഗ്മ ഓഫ് ഹെൽ, ഇങ്ങനെയുള്ളതൊക്കെ വായിച്ചു. അപ്പോൾ ഇതൊന്നും നമ്മളെ പേടിപ്പെടുത്താനുള്ളതല്ല, ഇതെല്ലാം ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ എത്ര യൂട്യൂബ് വ്ളോഗുകൾ നമ്മൾ കാണുന്നു, കാനഡയെ പറ്റിയിട്ട്, അയർലൻഡിനെ പറ്റിയിട്ട്, അമേരിക്കയെ പറ്റിയിട്ട്. അപ്പം നമുക്ക് ആകാംക്ഷയാണല്ലേ അവിടെ എന്താണുള്ളത്, അവിടുത്തെ സുഖ സൗകര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് എന്നുള്ളത്. അതുപോലെയാണ് ദൈവം ചില ആളുകളെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ ലോകത്തിന് ശേഷമുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് അയച്ചിരിക്കുകയാണ്. അപ്പം ചെറിയൊരു ഗ്ലിംസ് നമുക്കിങ്ങനെ കിട്ടും. അവിടെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്, അവിടെ ഇന്ന് ആത്മാവ് ശുദ്ധീകരണ വേദന അനുഭവിക്കുന്നതിൻ്റെ കാരണം എന്താണ്. അങ്ങനെ നോക്കുമ്പോഴാണ് നമ്മളിത് നമ്മുടെ ലൈഫിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പം നമുക്കൊരു ചാൻസ് കിട്ടുകയാണ് ഈ ഒരു ലൈഫ് തിരുത്തിയിട്ട് ദൈവം ആഗ്രഹിക്കുന്ന പോലെ ലൈഫിലോട്ട് പോകാൻ. അപ്പോൾ ശുദ്ധീകരണ സ്ഥലത്തിലെ മറ്റൊരു അനുഭവം ഇത്. അപ്പോൾ ഫാദർ സൂഷി എന്ന് പറയുന്ന ഒരു വൈദികൻ റോമിൽ 1670 മെയ് മാസം 21 ഇദ്ദേഹം മരിച്ചു. അപ്പോൾ ഈ വൈദികൻ ഒരു വിശുദ്ധനായ വൈദികനായിരുന്നു. ഇദ്ദേഹം ഒരു 3 സ്ത്രീകളെ വളരെ നല്ലൊരു ജീവിതത്തിലോട്ട് അദ്ദേഹം കൊണ്ടുവന്നു. നല്ലൊരു വിശുദ്ധമായ ജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ പ്രയത്നത്താൽ അദ്ദേഹത്തിന് സാധിച്ചു. അപ്പോൾ അതിൽ ഒരു സ്ത്രീ കന്യാസ്ത്രീ ആവാൻ വേണ്ടി സന്യാസ ഭവനത്തിൽ ചേർന്നു. അപ്പോൾ ഈ സ്ത്രീയോട് ഒരു പുരുഷന് ഇഷ്ടമുണ്ടായിരുന്നു. അപ്പോൾ ഈ കൊച്ച് കന്യാസ്ത്രീ ആവാൻ പോയെന്ന് അറിഞ്ഞിട്ടും ഈ ചെറുപ്പക്കാരൻ നിരന്തരം ഈ കന്യാസ്ത്രീക്ക് ലെറ്റർ അയക്കുമായിരുന്നു. നീ ഇത് ദൈവവിളി ഉപേക്ഷിക്ക്, നീ വാ, ലോകത്തിൻ്റെതായ സുഖങ്ങളെല്ലാം പറഞ്ഞ് പ്രലോഭിപ്പിച്ച് ഇങ്ങനെ കത്ത് എഴുതുമായിരുന്നു. ഇതറിഞ്ഞ ഫാദർ സൂഷി ഇദ്ദേഹം എന്ത് ചെയ്തെന്നറിയോ? ഇദ്ദേഹം ഒരു ദിവസം നടന്നു പോകുമ്പോൾ ഈ ചെറുപ്പക്കാരനെ കണ്ടു. അപ്പോൾ ചെറുപ്പക്കാരനോട് പറഞ്ഞു, അദ്ദേഹത്തോട് യാചിച്ചു ഈ വൈദികൻ. ഇദ്ദേഹം പറഞ്ഞു, മകനെ, ദയവ് ചെയ്ത് നീ ഇത്തരം പ്രവൃത്തികളിൽ നിന്ന് പിൻവാങ്ങുക. ഞാൻ നിനക്ക് ഉറപ്പ് തരുന്നു, നീ ഇതിൽ നിന്ന് പിന്മാറി നീ യഥാർത്ഥമായിട്ടുള്ള ആത്മാർത്ഥമായ ഒരു പ്രായശ്ചിത്ത പ്രവൃത്തികളൊന്നും ചെയ്തില്ലെങ്കിൽ നമ്മുടെ നീതി വിധിയാളനായ ദൈവത്തിൻ്റെ മുൻപിൽ നീ നിൽക്കേണ്ടി വരും. അതിനുള്ള സമയം അടുത്തു വരുന്നു എന്ന് ഈ വൈദികൻ മുന്നറിയിപ്പ് നൽകി. അധികം താമസിച്ചില്ല, ഈ ചെറുപ്പക്കാരൻ പെട്ടെന്ന് മരിച്ചു. അങ്ങനെ ഒരു ദിവസം വൈകിട്ട് ഈ 3 കന്യാസ്ത്രീകളാകാൻ പഠിക്കുന്നവരാണ്. ഈ കന്യാസ്ത്രീകളാകാൻ പഠിക്കുന്ന ഈ പിള്ളേർ ഇങ്ങനെ ദേ ആർ ഹാവിങ് ഹോളി കോൺവെർസേഷൻസ് എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. വിശുദ്ധമായ സംസാരം, സിനിമാ കഥയല്ല പറയണത്. അപ്പോൾ വളരെ വിശുദ്ധമായ സംസാരം ഈ കന്യാസ്ത്രീകൾ 3 പേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിലൊരു കന്യാസ്ത്രീക്ക് അപ്പുറത്തെ പാർലറിൽ പോകാനുണ്ടായിരുന്നു. അടുത്ത മുറിയിൽ പോയപ്പോൾ അവരവിടെ കാണുന്നത് ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരു പുതപ്പ് കൊണ്ടിങ്ങനെ മറച്ചിരിക്കുന്ന രൂപത്തിൽ ഈ മുറിയിൽ നിൽക്കുന്നതായിട്ടാണ്. അപ്പോൾ ഈ കൊച്ചു ചോദിച്ചു, നീ ആരാണ്? ഉടനെ ഈ മനുഷ്യൻ ഈ പുതപ്പ് മാറ്റിക്കഴിഞ്ഞപ്പോൾ, മിസ്റ്റീരിയസ് മാൻഡിൽ എന്നാണ് പറയണത്, ഈ പുതപ്പ് മാറ്റിക്കഴിഞ്ഞപ്പോൾ ഈ കുട്ടി കാണുന്നത് ഈ മനുഷ്യൻ്റെ ശരീരം മുഴുവനും ചങ്ങലകൾ കൊണ്ട്, ഇങ്ങനെ ചെയിൻസ് ഓഫ് ഫയർ, തീ കൊണ്ടുള്ള ചങ്ങലകൾ കൊണ്ട് ഈ വ്യക്തിയുടെ ശരീരം മുഴുവനും ഇങ്ങനെ ചുറ്റിയിരിക്കുകയാണ്. അപ്പം ഈ കന്യാസ്ത്രീക്ക് മനസ്സിലായി ഇത് തന്നെ പ്രലോഭിപ്പിച്ച ആ വ്യക്തിയാണ്, ദൈവവിളി ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞ് നിരന്തരം കത്തെഴുതിക്കൊണ്ടിരുന്ന ആ വ്യക്തിയാണ് എന്ന് ഈ കന്യാസ്ത്രീക്ക് മനസ്സിലായി. ഉടനെ ഈ ആത്മാവ് പറഞ്ഞു, പ്രേ ഫോർ മീ,
എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് പോയി. വേറെ ഒന്നും പറയാൻ സാധിച്ചില്ല. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് മാത്രമേ പറയാൻ സാധിച്ചുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് ആ വ്യക്തിയെ ദൈവം നിത്യനരകാഗ്നിയിലോട്ട് തള്ളിവിട്ടിട്ടില്ല. എന്തോ ചില കാരണങ്ങൾ കൊണ്ട് ദൈവം അദ്ദേഹത്തെ ശുദ്ധീകരണ സ്ഥലത്തോട്ടേക്ക് എത്തിച്ചു എന്നുള്ളതാണ്. ഈ ശുദ്ധീകരണ സ്ഥലത്തിലുള്ള എല്ലാ ആത്മാക്കൾക്കും ലഭിക്കുന്നൊരു ഭാഗ്യമല്ല ഇങ്ങനെ പ്രത്യക്ഷപ്പെടാന്നുള്ളത്. ദൈവം അനുവദിച്ചാൽ അവർക്ക് വരാൻ സാധിക്കുകയുള്ളൂ. അത് തന്നെ ദൈവത്തിന് വലിയൊരു കരുണയാണ്. അത് എന്തെങ്കിലും നമുക്കറിയത്തില്ല, നമ്മുടെ ലൈഫിൽ ചെയ്ത എന്തെങ്കിലുമൊക്കെ ഒരു നന്മ കൊണ്ടായിരിക്കാം ദൈവം അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ പറയുന്ന നമ്മൾ സന്യസ്തരായാലും വൈദികരായാലും അവരോടൊക്കെയുള്ള പെരുമാറ്റവും ചാറ്റിങ്ങും എല്ലാം നമ്മൾ വളരെ സൂക്ഷ്മതയോടുകൂടെയാണ് നമ്മൾ ചെയ്യാൻ. ഡാനിയലച്ചൻ പറയുന്നുണ്ട്, നിങ്ങൾ വൈദികരെ നിങ്ങളുടെ അപ്പനായോ അമ്മയായോ ബ്രദറായോ സിസ്റ്ററായോ ഒന്നും നിങ്ങൾ കാണണ്ട, വൈദികരായിട്ട് കണ്ടാൽ മതി. അപ്പം വൈദികരുടെ പോയിട്ട് കൊഞ്ചിക്കുഴയാനും നിൽക്കല്ലേ, നിങ്ങൾ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ സംസാരിക്കുക. ഈ കോമഡി പറഞ്ഞ് കൊഞ്ചിക്കുഴഞ്ഞിരുന്ന് അവരെയും കൂടെ നമ്മൾ പാപത്തിലോട്ട് വീഴ്ത്തരുത്. പ്രത്യേകിച്ച് സ്ത്രീകൾ, നമ്മൾ നമ്മുടെ കാര്യം പറയാൻ പോവാം. ചില പുരുഷന്മാരും ഉണ്ട് വൈദികരോടൊപ്പം ഇരുന്ന് മദ്യപിക്കുന്നു, വൈദികർക്ക് മദ്യം വാങ്ങിച്ചു കൊടുക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇതിനൊക്കെ നമ്മുടെ കുടുംബത്തെ തലമുറകൾ തന്നെ എത്ര അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് സത്യം പറയാൻ എനിക്കറിയത്തില്ല. അതുകൊണ്ട് വൈദികർ നമ്മുടെ ആത്മീയ കാര്യങ്ങൾ ചെയ്യാനുള്ളവരാണ്. അതുകൊണ്ട് അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. ഈ പറയുന്ന ചെറുപ്പക്കാരന് കിട്ടിയതുപോലെ ഒരു ചാൻസ് നമുക്ക് ലഭിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. നമ്മൾ കാരണം ദൈവവിളിയുള്ള ആരെങ്കിലും ഒക്കെ അതിൽ നിന്ന് പിന്മാറുകയോ വീഴുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ മുട്ടിന്മേൽ നിന്ന് മാറത്തടിച്ച് വിലപ്പിച്ച് നമ്മൾ പരിഹാരം ചെയ്യുക. അതല്ലാതെ വേറെ പരിഹാരം നമ്മുടെ മുമ്പിലില്ല. അടുത്തത് ദി വെനറബിൾ സെർവൻറ്റ് ഓഫ് ഗോഡ് ഫ്രാൻസിസ് ഓഫ് പാമ്പലൂന. എനിക്കറിയത്തില്ല പ്രൊണൗൺസിയേഷൻ കറക്റ്റാണെന്നുള്ളത്, ഇതിലുള്ളതുപോലെ ഞാൻ വായിക്കുന്നു. അപ്പം ഇദ്ദേഹത്തെ ഒരുപാട് ശുദ്ധീകരണ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇദ്ദേഹം കണ്ടിട്ടുള്ള ഒരു കാര്യം മാത്രം ഇദ്ദേഹം പറയുകയാണ്. അപ്പോൾ അതിനു മുൻപ് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ ഫാദർ ഷൂപ്പെ പറയുകയാണ്, നമ്മൾ ഭൂരിഭാഗം ക്രിസ്ത്യാനികളും നമ്മളെപ്പോഴും ഒരു കംഫേർട്ടിന് വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്, അല്ലേ? നമ്മുടെ ശരീരം എപ്പോഴും ഒരു കംഫേർട്ടിന് വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഇപ്പം ഞാൻ തന്നെ നല്ല ചൂടായതുകൊണ്ട് ഞാനിപ്പോൾ ഫാൻ ഇട്ടിട്ടായിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു കംഫേർട്ടിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം പല ക്രിസ്ത്യാനികളും ത്യാഗം ചെയ്യുന്നതിൽ പലപ്പോഴും പിന്നിലാണ്. പ്രാർത്ഥിക്കുകയും വേണം, നമ്മൾ പരിത്യാഗവും പ്രായശ്ചിത്തവും എല്ലാം നമ്മുടെ ഒരു ക്രിസ്ത്യൻ ലൈഫിൽ നമ്മൾ ചെയ്യണം. അപ്പം പ്രാർത്ഥന തന്നെ ഇല്ല, പിന്നെയല്ലേ പരിഹാരത്തിലോട്ട് പോകുന്നത്. അപ്പോൾ പല ക്രിസ്ത്യാനികൾ ഇങ്ങനെ സാക്രിഫൈസ്, പരിഹാരവും പരിത്യാഗമൊക്കെ ചെയ്യുന്നതിൽ പലപ്പോഴും പിന്നോട്ടാണ്. 50 നോമ്പെടുത്താൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. മീൻ കൂട്ടാമോ? ചിക്കൻ മാത്രം ഒഴിവാക്കിയ പോരെ? ചിക്കൻ ചാറ് കൂട്ടാമോ? മീൻ കൂട്ടുന്നില്ല, മീനിൻ്റെ ചാറ് കൂട്ടാമോ? ഇതൊക്കെയാണ് നമ്മുടെ അന്വേഷണം. അപ്പോൾ അതുപോലും ആ 50 നോമ്പ് പോലും നമ്മൾ നേരാമണ്ണം എടുക്കുന്നില്ല. പിന്നെ 8 നോമ്പ്, 25 നോമ്പ്, പിന്നെ അതിനിടയിൽ സെൻറ്റ് മൈക്കിൾസ് ലെൻറ്റും കൂടെ, ഇതെല്ലാം കൂടി ആകുമ്പോൾ നമ്മൾ ചോദിക്കും, ഇതെന്താ ഏത് നേരവും ഇത് തന്നെ നോമ്പ്, ഏത് നേരവും പച്ചക്കറി എന്ന്. നമ്മൾ ഈ സംഭവങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ നമ്മളതെടുക്കും. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ സെൻറ്റ് മൈക്കിൾസ് ലെൻറ്റ് എടുത്തിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഞാനിത് വായിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി എൻ്റെ അവസ്ഥ എന്തായിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് സെൻറ്റ് മൈക്കിൾസ് ലെൻറ്റ് എടുത്തു. ഈ വർഷം ഞാൻ എടുത്തു. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കാര്യം, ദൈവം പറുദീസയിൽ നിന്നും നമ്മളെ ഈ ഭൂമിയിലോട്ട് അയച്ചിരിക്കുന്നത് ഇവിടെ സുഖിച്ച് ജീവിക്കാനല്ല, ഇച്ചിരി ഹാർഡ് വർക്കൊക്കെ ചെയ്ത് അധ്വാനിച്ച് പരിത്യാഗം ചെയ്തും കൂടി ജീവിക്കാനാണ്. എന്നാൽ അറ്റ് ദ സെയിം ടൈം നമ്മൾ എൻ്റർടൈൻമെൻറ്റിന് പോണതും നമ്മളൊരു പിക്നിക്കിന് പോണതും അല്ലെങ്കിൽ നമ്മൾ സന്തോഷിക്കണമെന്നും ഇഷ്ടമില്ലാത്ത ദൈവം എന്നല്ല നമ്മുടെ ദൈവം, അങ്ങനെയല്ല. അതൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷേ ഇതിൻ്റെ കൂടെ നമ്മുടെ ആത്മാവിൽ പുരണ്ടിരിക്കുന്ന കറകൾ മാറ്റാൻ നമ്മൾ ഇത്തരത്തിലുള്ള പരിഹാര പ്രവൃത്തികൾ നമ്മൾ ചെയ്യണമെന്നുള്ളത്. അതായത് ഒത്തിരി ലക്ഷറിയസ് ലൈഫിലോട്ട് പോകുന്നത് വളരെ വലിയ അപകടമാണെന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ പറയുന്ന വിശുദ്ധൻ ഫ്രാൻസിസ് കാണുന്ന ഇപ്രകാരമാണ്. അദ്ദേഹം ശുദ്ധീകരണ സ്ഥലത്ത് പോയപ്പോൾ അവിടെ അല്പം സ്വല്പം വളരെ മാന്യമായിട്ട് ഒരു ക്രിസ്തീയ ജീവിതം നയിച്ച ഒരു വ്യക്തിയുടെ ആത്മാവിനെ കണ്ടു. അദ്ദേഹം ശുദ്ധീകരണ സ്ഥലത്ത് 59 ഇയേഴ്സ് 59 വർഷമാണ് ശുദ്ധീകരണ സ്ഥലത്ത് കഴിഞ്ഞത്. അതിൻ്റെ കാരണം പറയുന്നത് അദ്ദേഹം വളരെ കംഫർട്ടിനും വളരെ ഈസി ആയിട്ടുള്ള ലൈഫിനും വേണ്ടി നിരന്തരം ആഗ്രഹിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ് എന്നുള്ളത്. മറ്റൊന്ന്, രണ്ടാമതൊരു വ്യക്തി അനദർ പാസ്റ്റ് 35 ഇയേഴ്സ് ദർ ഫോർ ദ സെയിം റീസൺ, ഇതേ കാരണത്താൽ 35 വർഷം ശുദ്ധീകരണത്തിൽ കഴിയും. മൂന്നാമത്തെ ആളെ പറ്റി പറയുന്നത്, അദ്ദേഹം ഏകദേശം 64 വർഷം ഇദ്ദേഹം കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഒരു ശീലം ഈ ചീട്ട് കളിക്കുന്ന സ്വഭാവം,
ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ആ രീതിയിൽ അദ്ദേഹം ഇങ്ങനെ അതിൻ്റെ ഒരു സുഖത്തിൽ മതിമറിഞ്ഞ് ജീവിച്ചിരുന്ന വ്യക്തിയായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ചോദിക്കുന്നത് ഇങ്ങനെയാണ്, ഈ സാധാരണക്കാർ, ഇതൊക്കെ വളരെ സാധാരണക്കാരാണ്, ഈ സാധാരണ ഒരു അൽമായനെ സംബന്ധിച്ച് സുഖം മാത്രം തേടിപ്പോകുന്നു, എപ്പോഴും ഇങ്ങനെ കംഫർട്ട് 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 അങ്ങനെ എപ്പോഴും അങ്ങനെ തേടിപ്പോകുന്ന വ്യക്തികൾക്ക് ഇത്രയും വർഷങ്ങൾ 10-64 വർഷം വരെ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കേണ്ട അവസ്ഥയാണെങ്കിൽ പൊസിഷൻസിലിരിക്കുന്ന ആളുകൾ, രാജാക്കന്മാർ, പ്രസിഡന്റ്മാർ, നേതാക്കന്മാർ, അപ്പം ഇവരുടെ പൊസിഷൻസിനനുസരിച്ചിട്ട് ഇവർക്ക് എന്തുണ്ട്, അത്രയും സുഖ സൗകര്യങ്ങളുണ്ടാവും. അപ്പം ഇങ്ങനെ ജീവിച്ചവരുടെ അവസ്ഥ എന്തായിരിക്കും എന്നാണ് ഫാദർ ഷൂപ്പ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൽ വിശുദ്ധ എലിസബത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചൊരു കാര്യത്തെ പറ്റിയിട്ട് ഫാദർ ഷൂപ്പ് പറയുന്നുണ്ട്. അതിപ്രകാരമാണ്, എലിസബത്തിൻ്റെ അമ്മ ജെത്രൂദ് ഹംഗറിയിലെ രാജ്ഞിയായിരുന്നു. 1220 ഈ വിശുദ്ധയ്ക്ക് തൻ്റെ അമ്മയെ നഷ്ടമായത്. അപ്പോൾ ഇവർ അവിടുത്തെ രാജ്ഞിയായതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ദൈവം അവരിൽ നിന്ന് ഒത്തിരി പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം അല്പം സ്വല്പം കുഴപ്പമില്ലാതെ നല്ല ജീവിതം നയിച്ചിരുന്ന വ്യക്തിയാണ്. അപ്പോൾ ദൈവത്തിന് നീതി അറിയാവുന്നത് കൊണ്ട് ഈ അമ്മയുടെ മകൾ, അതായത് വിശുദ്ധ എലിസബത്ത്, ശക്തമായ രീതിയിൽ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി, പരിഹാര പ്രവൃത്തി ചെയ്യാൻ തുടങ്ങി, പരിശുദ്ധ കുർബാന ചൊല്ലിക്കാൻ തുടങ്ങി. അപ്പം പ്രഭു കുടുംബത്തിലായതുകൊണ്ട് തന്നെ, രാജകുടുംബത്തിലായതുകൊണ്ട് തന്നെ ഒരുപാട് സ്വത്തുക്കളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ഇവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ദാനധർമ്മങ്ങളെല്ലാം ചെയ്തിട്ട് ഇവരിങ്ങനെ മുന്നോട്ട് ജീവിച്ചു പോവുകയാണ്. ഒരു ദിവസം ഇപ്രകാരമാണ് പറയുന്നത്, ഗോഡ് റിവീൽ ടു ഹെർ ദാറ്റ് ഷി ഹാഡ് നോട്ട് ഡൺ ടു മച്ച്. ദൈവം ഈ വിശുദ്ധയ്ക്ക് വെളിപ്പെടുത്തിയിട്ട് പറഞ്ഞു, അവളുടെ അമ്മ ശുദ്ധീകരണ സ്ഥലത്ത് അനുഭവിക്കുന്ന ആ ഒരു വേദന വെച്ച് നോക്കുമ്പോൾ ഇവൾ ഇതുവരെയായിട്ടും അതിന് വേണ്ട രീതിയിലെ പ്രാർത്ഥനകളൊന്നും ചെയ്തിട്ടില്ല എന്ന്. പക്ഷേ അവൾ അത്രമാത്രം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ശുദ്ധീകരണ സ്ഥലത്തിൽ തൻ്റെ അമ്മയുടെ പെയിൻ വെച്ച് നോക്കുമ്പോൾ അതൊന്നുമല്ല, ഒന്നും ആയിട്ടില്ല എന്ന് പറയുന്നു. അങ്ങനെ ഒരു ദിവസം രാത്രി തൻ്റെ അമ്മ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, ഞാനിപ്പോഴും ശുദ്ധീകരണ സ്ഥലത്ത് തന്നെയാണ് എൻ്റെ മകളെ ഞാനുള്ളത്, നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നീ പ്രാർത്ഥിച്ചാൽ മാത്രമേ കരുണാമയനായ ദൈവം എന്നെ ഇവിടെ നിന്ന് വിടുവിക്കുകയുള്ളൂ, അതുകൊണ്ട് നീ ദൈവം ചെയ്ത് പ്രാർത്ഥിക്കണം. എന്നിട്ട് ഈ അമ്മ പറയുകയാണ്, എൻ്റെ മകളെ ഈ അധികാര സ്ഥാനത്തിരിക്കുന്നവരുടെ കാര്യം. അപ്പോൾ ഇവർ അധികാര സ്ഥാനത്തിരുന്നവരാണ്, അതുകൊണ്ട് തന്നെ ആ അധികാര സ്ഥാനത്തിരുന്നിട്ട് ചെയ്തിട്ടുള്ള ആ സിംഹാസനത്തിലിരുന്ന് ഇവർ ചില തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നും മോചനം കിട്ടാൻ അത്ര എളുപ്പമല്ല, അതുകൊണ്ട് നീ ശക്തമായിട്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ വിശുദ്ധ എലിസബത്ത് വീണ്ടും തൻ്റെ പ്രാർത്ഥന ഇരട്ടിപ്പിച്ചു, തീവ്രമായിട്ട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അമ്മയ്ക്ക് വാക്ക് കൊടുത്തു, ഞാൻ അമ്മയെ മോചിപ്പിച്ച് കഴിഞ്ഞാൽ ഈ പ്രാർത്ഥന നിർത്തുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഫാദർ ഷൂപ്പെ പറഞ്ഞു നിർത്തുകയാണ്, അപ്പോൾ അധികാര സ്ഥാനത്തിരിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് ആത്മീയ സ്ഥാനത്തിരിക്കുന്ന ആളുകൾ, അവരെ സംബന്ധിച്ച് ഒരുപാട് പേര് അവരെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള തെറ്റ് നമ്മുടെ വായിൽ നിന്ന് വന്നു കഴിയുമ്പോൾ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ പീഡനങ്ങൾ അത്ര ഭയാനകമാണ് എന്നാണ് ഫാദർ ഷൂപ്പെ പറഞ്ഞു വയ്ക്കുന്നത്. അതുകൊണ്ടാണ് ഈശോ കരുണയുടെ അവസാന മണിക്കൂർ എന്ന പുസ്തകത്തിൽ ഈശോ വളരെ വ്യക്തമായിട്ട് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ മാർപ്പാപ്പയാവാനോ, അല്ലെങ്കിൽ ഞാൻ ആ മെസ്സേജ് ജസ്റ്റ് വായിക്കാം. ഇതാ ഈശോപ്രകാരം പറയുന്നു, അതുകൊണ്ട് ഓരോരുത്തർക്കും നല്ലത് ഒരു മാർപ്പാപ്പയെയോ ഒരു രാജാവിനെയോ ഒക്കെ പോലെ നേതാവാകാൻ നിൽക്കാതെ എൻ്റെ ചെമ്മരിയാട് ആവുകയാണ്. ചെമ്മരിയാട് എന്നാൽ എന്നർത്ഥം നിശുദ്ധമായ നിഷ്കളങ്കത, സമൃദ്ധമായ കരുണ, അചഞ്ചലമായ ക്ഷമ, യഥാർത്ഥമായ അനുസരണം, സ്വീകാര്യമായ പരിഹാര പ്രവൃത്തികൾ എന്നിവ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈശോ തന്നെ പറയുന്നു, ഓരോരുത്തരും മാർപ്പാപ്പയോ ഒരു രാജാവിനെ പോലെയൊന്നും ആവാതെ, അല്ലെങ്കിൽ നേതാവിനെ പോലെയൊന്നും ആവാതെ എൻ്റെ ചെമ്മരിയാടാവുക എന്നുള്ളതാണ്. കാരണം പൊസിഷൻ കൂടുന്തോറും കൂടുതൽ ലഭിച്ചവരിൽ നിന്ന് ഈശോ കൂടുതൽ ആവശ്യപ്പെടും. അപ്പം പരിശുദ്ധമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ആവേ മരിയ ഗ്രാസിയ പ്ലേന ഡോമിനസ് തേക്കും ബെനഡിക്താത്തുൻ മുളിയരിബൂസ് എർ ബെനഡിക്ടൂസ് ഫ്രുക്ടൂസ് വെൻട്രീസ് തു യേസൂസ് സാങ്താ മരിയ മാതർ ദൈ ഒരാ പ്രോനോബിസ് പെക്കാത്തോരിബൂസ് നുങ്കിയത്തിനോര മോർത്തിസ് നോസ്ത്രയാമേ വിവ ക്രിസ്റ്റോറെ.